2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കാൻ 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം, ഏറ്റവും ശക്തമായിട്ടുള്ള വളരെ തിരക്ക് പിടിച്ച ഈ പ്രചരണ പരിപാടികൾക്കിടയിലാണ് ശ്രീ രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ഒരു അരമണിക്കൂർ ഇരിക്കാൻ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നായകന്മാരിൽ ഒരാൾ എന്ന നിലക്ക്, എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും നായകന്മാരിൽ ഒരാൾ എന്ന നിലക്ക് നിശ്ചയമായിട്ട് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്കൊപ്പം ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ തിരക്കിനിടയിൽ സന്തോഷം വന്നത്. എന്താ ഒരു കിട്ടുന്ന എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്താ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇതിൽ ഫുൾ ടൈം പോവുകയാണല്ലോ, അപ്പോൾ എന്താ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ UDF അനുകൂലമായ ഒരു തരംഗം രൂപപ്പെട്ടു വരികയാണ്. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ജനങ്ങളിൽ 10 വർഷം കൊണ്ട് ഈ സർക്കാരിനെ മടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് സർക്കാർ മാറണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ തരത്തിൽ പൊതുവികാരം അതാണ്. ഇവരൊത്തിരി പരസ്യങ്ങൾ കൊടുക്കുകയും ബോർഡുകൾ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് കാര്യങ്ങളുണ്ടാവില്ല. വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ജയിക്കാൻ അവർക്ക് കഴിയില്ല. വളരെ വ്യക്തമാണ് ജനങ്ങളുടെ ചിന്ത. ഗവൺമെൻറ് മാറണം, പുതിയൊരു ഗവൺമെൻറ് വരണം. ആ ചിന്തയിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. അതിനെ അവരെ മാറ്റാൻ വലിയ പാടായിരുന്നു. ഇതിപ്പോൾ 2016 തൊട്ട് ഇങ്ങോട്ടുള്ള വികസനത്തിൻ്റെ ചിത്രങ്ങൾ കാണിച്ചിട്ടും ആ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുമാണല്ലോ പ്രധാനമായിട്ടും പിണറായി സർക്കാരും LDF മുന്നോട്ട് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലുണ്ടാവില്ല. അത് കാണുന്നതായിട്ടുള്ള വികസനമായിട്ട് നമ്മുടെ മുന്നിലില്ലേ? അല്ല, ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്തോ ഒരു പ്രചരണമാണ് നടത്തിയത്. എന്തോ ഒരു പ്രചരണമാണ്. എന്തെല്ലാം വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്തു. ഇതേ കാര്യങ്ങൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു. പെൻഷൻ ഇത്രയാക്കും, അതാക്കും, ഇതാക്കും, എന്തെല്ലാം കൊടുത്തു. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സ് അവർ വായിക്കുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് എൻ്റെ കാലത്ത് എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെടുകയാണ്. പഞ്ചായത്ത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എക്സെപ്റ്റ് ചേലക്കര പരാജയപ്പെട്ടു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റും UDF നേടി. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമാണ് UDFനുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി മാത്രം ഈ വിജയത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. പരാജിതൻ്റെ കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. നമ്മളിപ്പോൾ ഈ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രത്യേകമായിട്ട് കാണണം എന്നതൊരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് അങ്ങനെ കാണേണ്ടതുണ്ട്. അല്ല, പ്രത്യേകം കണ്ടാലും സെയിം റിസൾട്ടല്ലേ? റിസൾട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇനി അതിൻ്റെ പാരമ്യത്തിലെത്താൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തൃക്കുന്നപ്പുഴയിൽ താങ്കളുടെ മണ്ഡലത്തിലാണല്ലോ വെക്കുന്നത്. ഞാൻ താങ്കളുടെ പ്രസംഗം മുഴുവനായിട്ട് കേൾക്കായിരുന്നു. അപ്പോൾ ഈ വികസനം എന്ന് പറയുമ്പോൾ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ 6 ടേമായിട്ടല്ലേ 6 ടേമായിട്ടുള്ള 6ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് ഇവിടെ വന്നിരിക്കുന്ന വികസനങ്ങളെക്കുറിച്ചാണ് താങ്കൾ ഈ തീരദേശ മേഖലയിലെ താങ്കളുടെ വോട്ടർമാരോട് പറഞ്ഞത്. ഒരു MLA എന്ന നിലയിൽ വലിയ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത്, അല്ലേ? അല്ല, 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവെന്ന നിലയിലും സീനിയർ പാർട്ടി പൊതു പ്രവർത്തകൻ എന്ന നിലയിലും കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ആയിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനിപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കാമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഞാനെപ്പോഴും ഈ നാട്ടുകാരോടൊപ്പമാണ്. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അവരുടെ നല്ല കാലത്തും ചീത്തക്കാലത്തും ഒക്കെ ഞാൻ അവരുടെ കൂടെയാണ്. അപ്പോൾ അവർക്ക് എന്നെ വ്യത്യസ്തനായി കാണാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ലല്ലോ, ഹൃദയം കൊണ്ട് അവരെന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ഹൃദയം കൊണ്ട് അവരെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ നാടുമായിട്ടുള്ള എൻ്റെ ബന്ധം. ഇതിപ്പോൾ എല്ലാവരും അവസാന ഭാഗത്തേക്ക് പോകുന്ന ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിച്ചേക്കാം. താങ്കൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കൊല്ലവും വരാവുന്ന കാര്യം, ആളുകൾ വലിയ സവിശേഷമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ താങ്കൾക്ക് വലിച്ചൊരിയുന്നുണ്ട്. കാരണം അവരുടെ MLA ആണ് എത്രയോ വർഷമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ ഏറ്റവും ടോപ്പ് പോസ്റ്റിലേക്ക് പോകും എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടെയാണല്ലോ. UDF ആണ് അധികാരത്തിൽ വരിക എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ താങ്കളായിരിക്കും മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുന്നത് തെറ്റുണ്ടോ? ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പലരും എന്നോട് തന്നെ പറയാറുണ്ട്, പൊതുവായി പറയാറുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കളും ഹൈക്കമാൻഡ് ആലോചിച്ച് അവരൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം നമ്മൾ അംഗീകരിക്കും. ഇതിപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനാണല്ലോ കാണുന്നത്, ഇടതുപക്ഷ സർക്കാരിനാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു 10 വയസ്സുള്ള കുട്ടി 28 വയസ്സാകുന്നത് വരെയുള്ള കാലത്ത് ഈ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനും LDF സർക്കാരുമാണുള്ളത്. അപ്പോൾ മറ്റൊരാളെ ഈ ചെറുപ്പക്കാർക്ക് അറിയില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഇപ്പോൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ഈ ചെറുപ്പക്കാരായുള്ള ആളുകളോട് പിണറായി വിജയന് പകരം ഞാനാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന്, എന്ത് വ്യത്യസ്തതയാണ് താങ്കളെന്ന് പ്രതീക്ഷിക്കാനുണ്ടാവുക? അല്ല, അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇന്ദിരാ ഗ്യാരൻ്റി ഉണ്ട് 5 എണ്ണം.
അതുകൊണ്ട് നമ്മുടെ മാനിഫെസ്റ്റോ ഉണ്ട്. അതെല്ലാം കാണിച്ചൊരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം ജനങ്ങളിൽ രൂപപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് ഒരു അംഗീകാരം കിട്ടുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പോൾ പ്രകടനപത്രിക ഇന്നലെയാണ് വന്നത്, രണ്ടുപേരുടെയും LDFൻ്റെയും UDFൻ്റെയും. LDF ഈ പ്രകടനപത്രികയെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഈ പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ടും ചെയ്തതിനെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും എന്നാണ്. പക്ഷേ UDF ആ തരത്തിലല്ല, വെറുതെ വാഗ്ദാനങ്ങളാണ് എന്നതാണ് അവർ പറയുന്നൊരു കാര്യം. ഞങ്ങളങ്ങനെ വെറുതെ വാഗ്ദാനമാവുന്നത്, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളുടെ പ്രകടനപത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്, ഗ്യാരൻറ്റികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ചരിത്രം. കേരളത്തിലും ഞങ്ങൾ അതേ നില തുടരും. രണ്ട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അത് വളരെ മനോഹരമായിട്ടൊരു വാഗ്ദാനമായിട്ട് എനിക്ക് തോന്നി. അതായത് ഇപ്പോൾ ദൂരയാത്രകളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് അത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ദിനംപ്രതി ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വാഹനം ഉപയോഗിക്കാൻ പറ്റും, നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇത് KSRTC ഒരു ലാഭത്തിലേക്കൊക്കെ വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നടപ്പാക്കാൻ പറ്റുന്നൊരു വാഗ്ദാനമാണോ എന്ന സംശയം പല കോളുന്നും വരുന്നു. ഈ ഇടതുപക്ഷക്കാർ എതിർക്കുകയും ചെയ്യുന്നു. അത് നടപ്പാക്കാൻ പറ്റില്ല. ഇടതുപക്ഷക്കാർ ഇപ്പോൾ എല്ലാത്തിനും എതിർക്കുമല്ലോ. അതകത്തോട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് നല്ലൊരു ആശയമാണ്. കർണാടകത്തിലും തെലങ്കാനയിലും നമ്മൾ നടപ്പാക്കിയതാണ്. KSRTCക്ക് ഇതിനുള്ള സാമ്പത്തിക ശക്തി ഇല്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം സൗജന്യ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് സംസ്ഥാന സർക്കാർ KSRTCക്ക് നൽകിയാൽ മതി. ഞങ്ങളതിൻ്റെ കണക്കുണ്ട്. അത് പഠിച്ചിട്ടാണ് ചെയ്തത്. ഞങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ വന്നൊരു കാര്യം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. അതും വേണ്ട, ഒരു ഗൃഹപാഠം നടത്തിയതിന് ശേഷമായിരിക്കും. ഇൻഷുറൻസിന് പ്രീമിയം അടച്ചാൽ മതിയല്ലോ. പ്രീമിയം അടയ്ക്കാന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് മാരകമായ അസുഖങ്ങൾ വന്നാൽ അവൻ്റെ കുടുംബം പോയി. ക്യാൻസറോ കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബവും ഇല്ലാതാവുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഒരു യൂണിവേഴ്സൽ ഇൻഷുറൻസ് സ്കീം എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പേരോടുകൂടി അത് നൽകാൻ തീരുമാനിച്ചത്. അത് വലിയ ഗുണം ചെയ്യും. അത് വോട്ടിൻ്റെ മാത്രമല്ലല്ലോ, ജനങ്ങൾക്ക് ഏറ്റവും എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും ഇൻഷുറൻസ് പോളിസി ഉണ്ട് ആളുകൾക്ക്, അല്ലേ? അതെ, നിശ്ചയമായിട്ടും. അപ്പോൾ അതുകൊണ്ട് വലിയ ചിലവ് ദുർവഹമാണ്. ഇന്നത്തെ ചിലവെന്ന് പറഞ്ഞാൽ ആശുപത്രി ചിലവ് വളരെ കൂടുതലാണ്. എല്ലാവരും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. പല കുടുംബങ്ങളും തകരുകയാണ് ക്യാൻസറൊക്കെ വന്നിട്ട്. അപ്പോൾ അവിടെ സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയിൽ അവരെ ചേർത്താൽ, പ്രീമിയം നമ്മൾ അടച്ചാൽ അവർക്ക് വലിയ പ്രയോജനം ഉണ്ടാകും. നല്ല സ്കീമാകും. UDFൻ്റെ പ്രകടനപത്രിക നോക്കിയാൽ ഇപ്പോൾ പാവപ്പെട്ടവരോടൊരു ആഭിമുഖ്യത്തിൽ കാണാം ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ ഇടതുപക്ഷ സർക്കാർ പറയുന്നത് കിഫ്ബി ഉണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത്, കുറേയേറെ അവരുടെ വികസന നേട്ടങ്ങൾ സാധ്യമായത്. ആ പരസ്യമൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. കിഫ്ബി സംവിധാനം തന്നെയും നിലനിർത്തണമോ എന്ന് ആലോചിക്കുന്നതാണല്ലോ UDF പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഇത്തരം സംവിധാനങ്ങളെല്ലാം തകർത്ത് കളഞ്ഞാൽ നിങ്ങൾ സർക്കാർ വരികയാണെങ്കിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കിഫ്ബി നിർത്തുന്നതിനെ പറ്റി ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. കിഫ്ബി തുടങ്ങിയത് ആൻ്റണി ഗവൺമെൻറ്റാണ്, ശങ്കരനാരായണനാണ് ആരംഭിച്ചത്. പിന്നെ അവരുടെ ഈ പോക്ക് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. പോക്ക് ശരി. ഇപ്പോൾ ഉദാഹരണമായി മസാല ബോണ്ട് 9.87% ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ തന്നെ 6-7% ലോൺ കിട്ടും. ഇപ്പം മെട്രോ വന്നത് 3% ലോണിനാണ് കിട്ടി ജപ്പാനിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ 9.87% മസാല ബോണ്ട് വിറ്റ നടപടി ഞങ്ങൾ എതിർക്കണ്ടേ? അത്തരം എതിർപ്പേ ഉള്ളൂ. അത് ഞങ്ങൾ തുടരും. അല്ലാതെ പിന്നെ നാളെ കിഫ്ബി തുടരണം എന്നുള്ളതാണ് ആശയമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് നടപടിയെടുക്കും. ഞങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇതില്ല അതിനോട്. അതായത് ഇപ്പോഴത്തെ സർക്കാർ LDF സർക്കാർ കൊണ്ടുവന്ന കാര്യങ്ങളിൽ മെച്ചപ്പെട്ടത് UDF സർക്കാർ വരികയാണെങ്കിൽ തുടരും. അത് സർക്കാർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ആണല്ലോ. അല്ലാതെ ഇപ്പോൾ ഒരു സർക്കാർ മാറിയെന്ന് വെച്ച് മൊത്തം എടുത്ത് കളയാനും പറ്റില്ല. അപ്പോൾ അത് പൊതുസമൂഹത്തിന് ഗുണകരമല്ല. അവരുടെ അഴിമതികളും കൊള്ളകളും ഒക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷേ ഗവൺമെൻറ് നടപ്പാക്കുന്ന എല്ലാം മാറ്റിമറിക്കണം നിർബന്ധ ബുദ്ധിയൊന്നും ഞങ്ങൾക്ക്. രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അന്തരീക്ഷത്തിൽ കാണാനുള്ള ഡീൽ വിവാദമാണ്. താങ്കളാണ് SDP-യുമായിട്ട് ഡീലുണ്ടെന്ന് പറയുന്നത്, BJP-യുമായിട്ടും ഡീലുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയം എന്നുള്ള ഉന്നയിച്ചതാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരസ്പര ധാരണയുണ്ടോ അവർ തമ്മിൽ? വാസ്തവത്തിൽ വളരെ ദുഃഖം എനിക്ക് തോന്നുന്നു. അഭിമന്യുവിനെ ഓർക്കുമ്പോൾ, പ്രൊഫസർ ജോസഫിനെ ഓർക്കുമ്പോൾ, ഇത് രണ്ടും ഇടതുപക്ഷത്ത് നിന്ന ആളുകളാണ്. ജോസഫിൻ്റെ കൈവെട്ടിയതും അഭിമന്യുവിനെ കൊന്നവരും ഇവരാണ്. ആ പ്രതിയെ പലരും പിടിച്ചിട്ടുമില്ല. ആ അമ്മയുടെ നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള കരച്ചിൽ, വാസ്തവത്തിൽ തമിഴിലുള്ള വാചകങ്ങൾ, ഞാൻ പെറ്റ മകനെ എൻ കിളിയെ പോയി എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ നമ്മുടെ കണ്ണുനീരണിയിച്ചൊരു സംഭവമാണ്. അവരുമായിട്ട് ഇത്ര പെട്ടെന്ന് CPM കൂടിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ
എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? SDP-യുമായിട്ടുള്ള പരസ്യം ഞാൻ ആദ്യമായി പറഞ്ഞറിയാമല്ലോ, താങ്കളാണ് പറഞ്ഞത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. SDP-യും ഇവരും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, PDP ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ SDPI വന്നിട്ട് ഞങ്ങൾ LDFനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചാൽ അതിനകത്ത് LDFന് കുറ്റമുണ്ടോ? കുറ്റമല്ല, ഇവർ തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്, അതാണ് പ്രശ്നം. അതാണ് ഇവർ തമ്മിൽ ആ മുൻകൂർ ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് ഈ പറയുന്നത്. അതെ. അപ്പോൾ പക്ഷേ SDPI ചില സ്ഥലങ്ങളിലെങ്കിലും UDFന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, UDFൻ്റെ ചില സ്ഥാനാർത്ഥികൾ വോട്ട് കിട്ടിയാൽ വാങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ അത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുമോ? ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല അവരോട്. സ്ഥാനാർത്ഥികൾ പറയുന്നു ആരും SDP-യുടെ വോട്ട് വാങ്ങാൻ താല്പര്യമുള്ളവരല്ല, അത് സത്യം. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി, ഇന്നലെ MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവർ പറഞ്ഞത്, ആ ബന്ധത്തെ തള്ളി പറയട്ടെ ആദ്യം, എന്നാൽ ഞങ്ങളിത് പറയാം. അല്ല, ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ. അവർ ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരോടൊപ്പം ആയിരുന്നപ്പോൾ അവർ നല്ലവരായിരുന്നു. അതിപ്പോൾ CPM-നോടൊപ്പം ആര് പോയാലും നല്ലവരും, ഞങ്ങളോടാരും വന്നാൽ അവർക്ക് വർഗീയവാദികളുമാകും. ഇതാണ് ഇതിന് സംഭവം. ആൾക്ക് ഇതൊക്കെ പിടിക്കും. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒരുപോലെയുള്ള വർഗീയ കക്ഷികളാണെന്നാണ് ഇന്നലെ MP ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്, CPM-മാരാണ് പറയുന്നത്. താങ്കൾ അങ്ങനെ കണക്കാക്കുന്നു? അല്ല, ഒരുപാടുള്ളവരല്ല, രണ്ടും വ്യത്യസ്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ SDPI പോലെ കാണേണ്ടതില്ല എന്ന്? ഇല്ല, ഒരിക്കലുമില്ല. VD സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഒഴിവാക്കി, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നാണ്. താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഞാൻ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുമില്ല. ലിമിറ്റഡാണ്. തെരഞ്ഞെടുപ്പിൽ BJP-യെയും CPM-നെയും പരാജയപ്പെടുത്താൻ ആരെല്ലാം വരുന്നോ അവരുടെ വോട്ടുകൾ വാങ്ങിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതിനകത്ത് തീവ്രമായ വർഗീയത പ്രചരിപ്പിക്കുന്ന സംഘടന കൊണ്ട് മാറ്റി നിർത്തുന്നത് നല്ലതാണ്. അതായത് പിന്നെ അവരും പറയുന്നത് അതാണ്, അതായത് BJPക്കെതിരെ, ഇപ്പം നേമത്ത് ശിവൻകുട്ടി പറഞ്ഞത് BJPക്കെതിരായിട്ട് BJP പരാജയപ്പെടുത്താൻ ആര് വോട്ട് വന്നാലും സ്വീകരിക്കുന്ന ലൈനാണ് അദ്ദേഹം പിടിച്ചായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് പക്ഷേ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് SDPI വ്യത്യസ്തമാണ്. ജമാഅത്തെ ഇസ്ലാമി SDP-യെ പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി അല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. SDPI തീവ്ര അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കൈവെട്ട് കേസ്, ഞാൻ പെറ്റ മകൻ എന്ന് പറഞ്ഞ അമ്മയുടെ വിലാപം, ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. SDPI വളരെ ബോധപൂർവമായി CPM-നെ സഹായിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതുവരെ തള്ളി പറയാൻ തയ്യാറായിട്ടുമില്ല. മറ്റൊരു കാര്യം, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അഭിമുഖ സീരീസുകളിൽ ഒന്നിൽ വെള്ളാപ്പള്ളി നടേശനോട് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അതിശക്തമായിട്ട് VD സതീശനെ എതിർക്കുകയാണ്. NSSനും VD സതീശനോട് എതിർപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് നിലക്ക് UDFനോടുള്ള എതിർപ്പായിട്ട് ഇത് പരിണമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ താങ്കളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയായിട്ട് കാണുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ UDFൻ്റെ ഘടകകക്ഷികളെന്ന പോലെ പ്രവർത്തിക്കാറുള്ള SNDP-യും NSSും ഇത്തവണ ശത്രുപക്ഷത്തായിരിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? NSS SNDP ശത്രുപക്ഷത്തൊന്നുമല്ല, അവർ സമദൂരമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. സാമുദായിക സംഘടനകൾക്ക് സമദൂരം നിലപാടെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ SNDP ജനറൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത് VD സതീശനെ വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ്. അല്ല, അത് ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലെന്ന് എനിക്കറിയില്ല. അത് വ്യക്തിപരമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ടുള്ളതാണോ? പാർട്ടിക്കെതിരായിട്ട് അത് അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിക്കെതിരായിട്ടാണോ വ്യക്തിപരമാണെന്നോ അദ്ദേഹം പറയാം. ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ എനിക്ക് ആ ചോദ്യം ഓർമ്മ വന്നുകൊണ്ടാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കളെ ആണ് പിന്തുണക്കുന്നതല്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു ചർച്ച ഇപ്പോൾ നിങ്ങളാരും സമ്മതിച്ചില്ലെങ്കിലും അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. ചില ആളുകൾ, ഇപ്പോൾ നടൻ സലീം കുമാർ അവിടെ പറഞ്ഞു VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന്. PJ കുര്യൻ താങ്കളിരിക്കുന്നൊരു വേദിയിൽ തന്നെ പറഞ്ഞു താങ്കളാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന്. അപ്പോൾ ആ ഒരു ചർച്ച ഗുണകരമായിട്ടാണോ വരിക നിങ്ങളുടെ? അല്ല, ഞങ്ങളെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കുന്നു. ആളുകൾ പറയും, ഇപ്പം നമ്മൾ ഇഷ്ടമുള്ള ആളുകൾ ചിലപ്പോൾ പറഞ്ഞു തരിക്കും, താല്പര്യമുള്ള ആളുകൾ പ്രകടിപ്പിക്കും. പക്ഷേ നമ്മൾ അതിന് വിധേയനാകുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ എടുത്ത നിലപാട് തന്നെയാണ് ഞാൻ ഉറച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല. അതിന് ഒരു കാരണം കൂടി ഉണ്ടായത്, താങ്കൾ ഡൽഹിയിൽ കാണാൻ വേണ്ടി പോയപ്പോൾ കാറിൽ വെച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നത് MLA-മാരെ കൂടെ നിർത്തണ്ടേ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അതെന്താ അറിയോ, അത് തെറ്റായുള്ള വാർത്ത. ഇതാണ് മാധ്യമങ്ങളുടെ കുഴപ്പം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ അന്ന് CC മുകുന്ദൻ ഡൽഹി വന്നിരുന്നു. അപ്പം എന്നെ നാട്ടിക എന്നൊരു പ്രവർത്തകൻ വിളിച്ചു. അയാൾ പറഞ്ഞു, MLA-മാരെയൊക്കെ നിങ്ങൾ എന്തിനാണ് കൂട്ടുന്നത്? ഇയാൾ നമ്മൾ ഇത്രയും കാലം എതിർത്തതല്ലേ. ഞാൻ പറഞ്ഞു, MLA-മാർ വന്നാൽ അവരെ കൂടെ നിർത്തണ്ടേ, അവരെ കൂട്ടി നിർത്തണ്ടേ എന്നാണ് ഞാൻ പറഞ്ഞത്. CC മുകുന്ദനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു, അല്ലാതെ പാർട്ടി MLA-മാർ അല്ലല്ല. ഇത് എന്നിട്ട് അത് മാത്രം എടുത്താൽ കൊടുക്കുക, അതൊക്കെ അന്തസ്സ ഇല്ലാത്ത പൊതു മാധ്യമ പ്രവർത്തനം. CC മുകുന്ദൻ പക്ഷേ പിന്നീട് കോൺഗ്രസ് സ്വീകരിച്ചില്ല, അദ്ദേഹം BJP-യുടെ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി കാരണം അവിടുത്തെ പാർട്ടി അണികളിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം കോൺഗ്രസിലേക്ക് UDF വിജയിക്കണം, UDF സർക്കാർ വരണം എന്ന ആഗ്രഹമായിട്ട് വന്ന പലരെയും അകറ്റിയതുപോലെയുള്ളൊരു തോന്നലുണ്ടായി. അതിൽ ഒന്നാണ് സണ്ണി കപ്പിക്കാട്. അത് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായം ശക്തമായിരുന്നു, അതുകൊണ്ടാണ്.
അത് പക്ഷേ അതൊന്നും ആ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെയോ അല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെ ഒരു വിദ്വേഷത്തിന് കാരണമാകില്ല എന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. അല്ലാതെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് നടന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച വയനാട്ടിലെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വലിയ തോതിലുള്ള ചർച്ചയാണ്. ഒരു ചർച്ചയില്ല, ചുമ്മാ പിണറായി വിജയൻ പറയുന്ന ചർച്ചയാണ്. എന്ത് കാര്യത്തിനും ചർച്ച. ഞങ്ങൾ 1.5 വർഷം കാത്തിരുന്നു സർക്കാർ ഭൂമി തരുമെന്ന് വിചാരിച്ചു, തന്നില്ല. സർക്കാരിൻ്റെ ഭൂമി തന്നെ പ്ലാന്റേഷൻ്റെ ഭൂമിയാണ്, അത് തർക്കം നടക്കുക കോടതിയിൽ. ഞങ്ങൾ സ്ഥലം കണ്ടെത്തി, സ്ഥലത്തിന് പൈസ കൊടുത്തു, സ്ഥലം വാങ്ങി, കല്ലിട്ടു. അതിനിടയ്ക്കായി ഇലക്ഷൻ വന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് ചെയ്യും. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല, അതായത് നമ്മൾ സർക്കാർ വീടുണ്ടാക്കി, മുസ്ലിം ലീഗും ഉണ്ടാക്കി, പക്ഷേ കോൺഗ്രസിന് മാത്രം അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരു സ്ഥലം തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് പറ്റിയില്ലെന്നുള്ളതാണ്. ഞങ്ങളുടെ ഫണ്ട് അക്കൗണ്ട് KPC പ്രസിഡൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടാണ്. അതിനൊന്നും ഒരു തിരിമറിയില്ല. പിണറായി വിജയൻ്റെ രക്തസാക്ഷി ഫണ്ടിനെ പറ്റി ആദ്യം പറയട്ടെ. പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച പണം എന്ത് ചെയ്തു? ഈ അനിരുദ്ധൻ്റെ, ഈ അഭിമന്യുവിൻ്റെ പണം പോലും പിരിച്ചതിനകത്ത് ക്രമക്കേടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ പക്ഷേ ഒരു പൈസയുടെ കണക്ക് പറയാൻ പറ്റുന്നില്ല എന്നതാണ് കോൺഗ്രസ്. പറയുമല്ലോ, പൈസയുടെ കണക്ക് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയുടെ മുന്നിലാവുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയുണ്ട്, ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ഇത്ര പൈസയുണ്ട്, അത് പിണറായി വിജയൻ മനഃപൂർവ്വമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. അതൊന്നൊരു വിഷയമല്ല. ഞങ്ങൾ ഏറ്റവും എല്ലാവർക്കും വീട് കൊടുക്കും. ഒറ്റ കാര്യം, അതായത് ഞാൻ ചോദിക്കുന്നത്, സർക്കാർ കൊടുത്തതിനകത്ത് ഞങ്ങളുടെ പണമില്ലേ? ഉണ്ട്. അതാണ് ഞാനാണ് ആദ്യം MLA പ്രഖ്യാപിച്ചത്. ഞാൻ കൊടുത്തു, ആദ്യം ഞാനാണ് പ്രഖ്യാപിച്ചത്. പിന്നെ കർണാടക ഗവൺമെൻറ് പണം കൊടുത്തു, എല്ലാവരും കൊടുത്തു. അല്ല, താങ്കൾ, എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ കോവിഡ് കാലമാണെങ്കിലും ഓഖി കാലമാണെങ്കിലൊക്കെ സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്നിട്ട്, അതായത് പൊതുസമൂഹത്തിനാകെപ്പാടൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയം നോക്കാതെ ഒപ്പം നിൽക്കണം എന്നൊരു ഫീൽ എനിക്ക് ഓർമ്മയുണ്ട്. വിമാനത്തിലോ മറ്റോ ഒന്നിച്ച് കയറി പോകുന്നു, ആ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് ആ ഒരു നിലപാടല്ല പിന്നീട് വന്ന പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊരു തോന്നലുണ്ട്. അല്ല, ശരിയല്ല. ശരി, നമ്മൾ യോജിക്കേണ്ട കാര്യങ്ങൾ യോജിക്കുക, ഡിഫർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡിഫർ ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളിൽ എഗ്രി ടു ഡിസഗ്രി ആവുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും പലപ്പോഴും പ്രതിപക്ഷവും ഭരണകക്ഷിയും കൂടെ ഒന്നിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും പല കാര്യങ്ങളിൽ. അപ്പോഴൊന്നും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായോ പൂർണ്ണമായിട്ട്? പരിഹരിച്ചല്ലോ. അദ്ദേഹം രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും കണ്ടു, സംസാരിച്ചു. പ്രശ്നങ്ങളൊന്നും നിലവിൽ. ഹരിയാനയിൽ ഒരു അതെനിക്കറിയില്ല. ഇതിപ്പോൾ LDFൻ്റെ ഭാഗത്ത് നിന്ന് G. സുധാകരൻ, PV കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തവണ താങ്കൾക്കൊപ്പം, മുന്നണിക്കൊപ്പം നിന്ന് മത്സരിക്കുകയാണ്. അതെല്ലാം വിജയമാകുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? അല്ല, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ലേ ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, CPM ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ അണികളിൽ കൊഴിഞ്ഞു പോക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താ കാണുന്നത്? G. സുധാകരൻ, ഐഷ പോറ്റി, സുരേഷ്, ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, ഈ നേതാക്കന്മാർ, PK ശശി, ഇവരൊക്കെ പുറത്തു പോകല്ലേ? അങ്ങനെ പോകുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന അപജയം വളരെ വലുതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. CPM ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതെപ്പോൾ പൊട്ടുമെന്നറിയില്ല. പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് പാർട്ടി സെക്രട്ടറി സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി എവിടെ നിൽക്കുകയാണ്? അതെല്ലാം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കാര്യമല്ലേ? അതിലൊക്കെ വലിയ രോഷം സംസ്ഥാനത്തെമ്പാടും. BJPയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇത്തവണ ഒരു 5 സീറ്റ് വരെയെങ്കിലും നേടുമെന്ന് നിഷ്പക്ഷരായുള്ള നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട്. അതായത് അവരുടെ കണക്കിൽ കൂടുതലാണ്. എന്താ താങ്കൾക്ക് തോന്നുന്നത്? ഒരു സീറ്റും നേടാൻ പോകുന്നില്ല. അവർക്ക് ഇത്തവണയും പൂജ്യമായിരിക്കും. കള്ളപ്രചരണങ്ങളും പണത്തിൻ്റെ കൊഴുപ്പും കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് വിചാരിക്കേണ്ട, നടക്കില്ല. ഇന്നിപ്പോൾ ഈ 2020 സാബു പറഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ആവുന്നതാണ്. ഇപ്പോൾ പറയുന്നതിന് എന്താ കുഴപ്പം? BJPക്ക് കേരളത്തിൽ വലിയ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതുവരെ ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാകാൻ പോകുന്നില്ല. നെഗറ്റീവായിട്ടുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് കോൺഗ്രസ് UDF ഇത്തവണയും വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വലിയ ക്ഷീണം ഉണ്ടാവില്ലേ മുന്നോട്ട് പോക്കിൽ? ആ ക്വസ്റ്റ്യൻ ഡസൻറ്റ് റൈസ്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും, ഗവൺമെൻറ് ഉണ്ടാവും. ഇത്തവണ CPM പരാജയപ്പെടുകയാണെങ്കിൽ UDF ആണ് ജയിക്കുന്നതെങ്കിൽ CPMൻ്റെ അവസ്ഥ എന്തായിരിക്കും? CPM നല്ല പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കട്ടെ. അവർക്ക് ഞാൻ ആശംസകൾ നേരുന്നു. വളരെയധികം നന്ദി. താങ്കൾ തിരക്കിലാണ്, അതുകൊണ്ടുകൂടി താങ്ക് യു.